ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ്. ഒരു പോളിനോമിയൽ ഫംഗ്ഷനിൽ ഈ പരിപാടി എങ്ങനെയാണെന്ന് നോക്കാനുള്ള ബേസിക്സ് മാത്രം നമുക്ക് പെട്ടെന്ന് ഒന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് അതൊരു ഫംഗ്ഷൻ ആണെന്ന് അറിയാലും അത് എന്തോന്നാണെന്നാണ് പറഞ്ഞേക്കുന്നത്, എക്സ് സ്ക്വയർ ആണെന്നാണ് ഇപ്പൊ തന്നേക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോവുകയാണ്. എന്തോന്നായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1, എക്സ് 1ലേക്ക് വരുമ്പം എഫ് ഓഫ് എക്സിന് എന്ത് സംഭവിക്കും. ഓക്കെ, ഒന്നുമില്ല, എക്സ് 1ലേക്ക് വന്ന എഫ് ഓഫ് എക്സ് എന്താവും, എഫ് ഓഫ് എക്സ് എന്തോന്നാണ്, എക്സ് സ്ക്വയർ ആണ്. അപ്പൊ എക്സ് 1 ആവുമ്പോ എഫ് ഓഫ് എക്സ് എന്തോന്നാവും, 1ന്റെ സ്ക്വയർ എന്നാവും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു എന്നതാണ് 1. ഓക്കെ, പരിപാടി മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നോക്ക്, ഇതെന്തോന്നാണ്, പോളിനോമിയൽ ഫംഗ്ഷനിൽ മാത്രമേ ഇത് നടക്കൂ. ഓക്കെ, അപ്പൊ ഇത് വരുമ്പോഴത്തേക്ക് എന്തോന്ന് വരും, എക്സ് പ്ലസ് 7 എന്ന് വരും. അതായത് ഈ 2 എന്തോന്നാവും, എക്സ് 2 എന്നാവും. അപ്പൊ ദാറ്റ് ഈസ് 2 + 7 വിച്ച് ഈസ് ഈക്വൽ ടു 9. ഓക്കെ, ഇനി അടുത്ത എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 4 + 4x + 1. ഒന്നുമില്ല, ഇതിനകത്ത് എല്ലാം എന്തോന്ന് കൊടുക്കുക, 1 കൊടുക്കുക. എക്സ് കിടക്കുന്ന സാധനത്തിന് എല്ലാത്തിനും 1 കൊടുക്കുക. 1 റൈസ് ടു 4 + 4 × 1 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 1 + 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, 6 എന്ന് കിട്ടി. ഇനി അടുത്ത പരിപാടി, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, എക്സ് 0 ആകുന്ന സമയത്ത് അപ്പൊ ഇതെന്തോന്നായിട്ട് മാറും, 0. ഓക്കെ, ഇനി അടുത്ത 5x സ്ക്വയർ, 5 × 0യുടെ സ്ക്വയർ, അതും എന്തോന്നായും 0 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത പരിപാടി, ലിമിറ്റ് r ടെൻസ് ടു 0. നിങ്ങൾ എപ്പോഴും ഇവിടെ ആരാണ് ടെൻസ് ടു എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കണം. എന്തൊരു ടെൻസ് ടു കണ്ടിരുന്നാലും ഉടനെ അതെങ്കിൽ എക്സ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ r ടെൻസ് ടു 1 എന്നാണ് കിടക്കണം. എന്നിട്ട് πr². ഓക്കെ, അപ്പൊ ഇത് എന്തോന്ന് സംഭവിക്കും, π × r². r² ആണ് എന്തോന്ന് സംഭവിക്കണം, 1 ആകുന്നത്. അപ്പൊ π × 1² വിച്ച് ഈസ് ഈക്വൽ ടു എന്തോന്ന് വരും, π എന്ന് വരും. ഇനി അടുത്ത ലിമിറ്റ് എക്സ് ടെൻസ് ടു π, എക്സ് എന്തോന്നാകും, π ആകുമ്പം x - 22/7. 22/7. പൈയുടെ വേറെ വാല്യൂ 22/7. അതേപോലെ വേറെ ഒന്നുണ്ട് 3.14. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ സംഭവിക്കും, എക്സ് എന്തോന്നാകും, π ആവും. പൈക്ക് വരെ നമുക്ക് എഴുതാം 22/7 - 22/7 എന്ന് വരില്ല. അപ്പൊ എന്തോ കിട്ടി, 0 കിട്ടി. അപ്പൊ പരിപാടി മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.